ഗുഡ് മോർണിംഗ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഓക്കെ. ഇന്നലെ ടീച്ചർ ക്ലാസ്സിലെടുത്തത് എല്ലാവരും പഠിച്ചോ? നമ്മൾ ഇന്നലെ എന്താണ് പഠിച്ചത്? അസന്തുലിത ബാഹ്യബലവും ചലനവും അല്ലേ? എന്നാലും ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞ് എന്താണ് അസന്തുലിത ബാഹ്യബലം എന്നാല്? ആർക്കും ഓർമ്മയില്ല? നിങ്ങൾ ടീച്ചർ വേറെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. രണ്ട് കുട്ടികൾ ഒരേ ദിശയിൽ നിന്ന് ഒരു മേശ തള്ളുമ്പോൾ എന്താ സംഭവിക്കുക? മേശ ബലം അനുഭവപ്പെടുന്ന ദിശയിലേക്ക് ചലിക്കും അല്ലേ? വെരി ഗുഡ്. അപ്പം രണ്ട് കുട്ടികൾ തുല്യ ബലം ഉപയോഗിച്ച് രണ്ട് വശങ്ങളിൽ നിന്നായിട്ട് മേശ തള്ളുമ്പോൾ എന്താണ് സംഭവിക്കുക? വെരി ഗുഡ്. മേശക്ക് സ്ഥാനചലനം സംഭവിക്കുന്നില്ല അല്ലേ? അതെന്തുകൊണ്ടാ? മേശയിൽ അനുഭവപ്പെടുന്ന ആകെ ബലം 0 ആവുന്നുണ്ട് അല്ലേ? അപ്പം രണ്ട് വശത്ത് നിന്നായിട്ട് രണ്ട് കുട്ടികൾ തുല്യമല്ലാത്ത ബലം ഉപയോഗിച്ച് മേശ തള്ളുമ്പോൾ എന്താണ് സംഭവിക്കുക? വെരി ഗുഡ്. കൂടുതൽ ബലം അനുഭവപ്പെടുന്ന ഭാഗത്തേക്ക് മേശ ചലിക്കും അല്ലേ? അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ എന്താണ് അസന്തുലിത ബാഹ്യബലം എന്നാല്? എങ്കിൽ ഒരാൾ പറഞ്ഞേ എന്താണ് അസന്തുലിത ബാഹ്യബലം എന്ന്? വെരി ഗുഡ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം 0-ൽ കൂടുതലാണെങ്കിൽ അത്തരം ബലങ്ങളെ അസന്തുലിത ബാഹ്യബലം എന്ന് പറയുന്നു. എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് അസന്തുലിത ബാഹ്യബലം എന്നാല്? എങ്കിൽ എന്നാൽ ദിയോ എന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും കേൾക്കട്ടെ. എന്താണ് അസന്തുലിത ബാഹ്യബലം എന്നാല്? വെരി ഗുഡ്. ഇരിക്കും. അപ്പൊ ഇനി നാളെ ചോദിക്കുമ്പോൾ ആരും മറന്നു പോകരുത്. എല്ലാവരും നാളത്തേക്ക് നന്നായി പഠിച്ചിട്ട് വരിക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.